ഹായ് ഹലോ അസ്സാം വലൈക്കും. പിന്നെ നമ്മളൊരു കുഞ്ഞ് ട്രിപ്പിലാണ് കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് മാറ്റി വെച്ചൊരു ട്രിപ്പാണ് കേട്ടോ സത്യത്തിലിത്. ഇതിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാനല്ലായിരുന്നു കേട്ടോ പ്ലാൻ ഉണ്ടായിരുന്നത്. 4-5 ഫാമിലി കൂടിയിട്ട് പോകാനുള്ളൊരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അതൊന്നും സാധിച്ചില്ല. പലർക്കും പല സിറ്റുവേഷൻസൊക്കെ ആയതുകൊണ്ട് തന്നെ പലരും പല ടൈമിൽ പോകേണ്ടി വന്നു. അപ്പം ഒരുമിച്ചുള്ള പോക്ക് പിന്നൊരിക്കലാന്നാക്കി. അപ്പോൾ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് പറ്റുമ്പോൾ പലരും പല ടൈമിലായിട്ട് പോവാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ആ ഒരു ട്രിപ്പാണ് ഞങ്ങളതും ഇത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 5:30-6 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ 4 മണിക്കൊക്കെ പോകാനൊക്കെ പ്ലാനൊക്കെ ചെയ്തതായിരുന്നു. പക്ഷേ രാത്രി കിടക്കാൻ ലേറ്റായി. പെട്ടെന്നായിരുന്നു നാളെ പോകാമെന്നുള്ളൊരു പ്ലാൻ ചെയ്തത്. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ ലൈറ്റായിട്ടൊന്ന് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ബാക്കിൽ കിടന്നിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങി. ഞാൻ എവിടെ പോകുമ്പോഴും ഇവർക്ക് ഇതുപോലത്തെ 2 ബ്ലാങ്കറ്റ് ഉണ്ട് കേട്ടോ. ഒരു ടർക്കിയാണ്, പക്ഷേ കുറച്ച് വലിയ ടർക്കി, ഒരു ബ്ലാങ്കറ്റ് പോലത്തെ ഒരു ടർക്കിയാണ്. അപ്പോൾ രണ്ടുപേർക്കും 2 കളറിലായിട്ടുണ്ട്. ഞാൻ എവിടെ പോകുകയാണെങ്കിലും ഇത് കയ്യിൽ പിടിക്കും. ഒന്നില്ലെങ്കിൽ തലക്ക് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ പുതയ്ക്കാനൊക്കെ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. നമുക്ക് ഇതിലൂടെയുള്ള യാത്ര ശരിക്കും നല്ലൊരു വൈബാണ് കേട്ടോ. നമ്മളിങ്ങനെ സീനറികളിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ആകാശവും മലകളും കാർമേഘവും മൂടൽമഞ്ഞും ഒക്കെ ഇട്ട് എന്താ പറയുക, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നും അല്ല കേട്ടോ. നേരിട്ട് കാണാൻ എന്തൊരു ഭംഗി. അങ്ങനെ നല്ലൊരു ഉറക്കം കഴിഞ്ഞൊരു നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളിവിടെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കും. അങ്ങനെ പോണ വഴിക്കൊരു ഹോട്ടൽ കണ്ടപ്പോൾ അങ്ങനെ ചായ കുടിക്കാനേ കുറേ കഴിഞ്ഞിട്ട് വിശന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി കേട്ടോ. എന്നിട്ടാണ് ഒരു ഹോട്ടൽ കണ്ടത്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ എല്ലാ ഐറ്റംസ് ഉള്ളതാണ് കേട്ടോ. കുറച്ച് ബേക്കറിയും ലേസ് മിഠായി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിക്കേണ്ട കൂട്ടൊക്കെയാണ് കേട്ടോ ആദ്യമേ പറയണത്. ഇപ്പം നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ചുരം തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ ചുരം വയനാട് ചുരമൊക്കെയാണെന്നത്. വയനാട് ഒരുപാട് തവണ പോയിട്ടുള്ളതുകൊണ്ടാണോ അതോ കുറേ നാളുകൾക്ക് ശേഷം ചുരം കയറുന്നതുകൊണ്ടാണോ എന്നറിയില്ല. നല്ല പേടിയുണ്ടായിരുന്നു. പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മൾ ഒറ്റ ഫാമിലി ആയിട്ട് പോവല്ലേ, അതിൻ്റെയൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒന്ന് എത്തിക്കിട്ടുകയെന്ന് മാത്രമല്ല, ഞാൻ പിന്നെ ആലോചിക്കുന്നത് നമ്മൾ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, രാത്രി ആയിരിക്കും വരിക. ആ വരുന്ന സമയത്ത് ഈ ചുരം ഇറങ്ങേണ്ടത് ആലോചിച്ചിട്ട് എനിക്ക് ഫോണിൻ്റെ പൂതിയൊക്കെയാണ് മതിയായിട്ട് സത്യം പറഞ്ഞാൽ. അങ്ങനെ നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ അവിടെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ എവിടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പോയി പരിചയമുള്ളവർക്ക് എടുക്കാമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പോകുന്നത് കൊടൈക്കനാലാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കണം, ഒരു റൂം സെറ്റാക്കണം. അപ്പോൾ ഫുഡ് കഴിക്കേണ്ടൊക്കെ ടൈം അതിക്രമിച്ച് കഴിഞ്ഞു കേട്ടോ. ഈ വരുന്ന വഴിക്കൊന്നും ഹോട്ടലുകളില്ല. അതുകൊണ്ട് തന്നെ നമുക്കിനി ടൗൺ എത്തിയാലാണ് ഹോട്ടലും ഫുഡൊക്കെ കിട്ടുള്ളൂ കേട്ടോ. രാവിലെ അങ്ങനെ തന്നെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ കഴിച്ചത്, ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ നമ്മൾ ടൗൺ എത്തി, അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ കഴിച്ചു അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ നല്ല മഴ പെയ്തു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മഴ. ഈ ഒരു മഴയത്തൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ രസം ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നിനും കിട്ടില്ല. പക്ഷേ ഈ ഒരു വൈബൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. റൂം സെറ്റായിട്ടില്ല കേട്ടോ. നമ്മൾ മുന്നേ ബുക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ കുറേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എവിടെയും റൂമില്ല എന്നുള്ളതാണ്. അവസാനം വണ്ടിയിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുമോ എന്ന് വരെ ചിന്തിക്കും. അങ്ങനെ നമ്മൾ റൂമിന് വേണ്ടി കുറേ അലഞ്ഞു കേട്ടോ. അവസാനം നമുക്ക് റൂം സെറ്റായിട്ടുണ്ട്. അപ്പം അങ്ങോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ഓക്കെ ആവുമെന്ന് അറിയില്ല, കാരണം ഓൾറെഡി നമ്മൾ റൂമുണ്ടെന്ന് പറഞ്ഞിട്ട് 3 സ്ഥലത്ത് പോയി നോക്കി, അവിടെ ഒന്നും ഓക്കെ ആയിട്ടില്ല. ഇനി ഇത് എന്താ അവസ്ഥ എന്നറിയില്ല. എന്താണെങ്കിലും റൂമും അതുപോലെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.